ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ പലരുടെ അനുഭവമാണ് ഒരു 100 കൂട്ടം സംശയം വരും. അതെങ്ങനെയാണ് പറയുക, ഇതിങ്ങനെ പറയാമോ എന്നൊക്കെ ഡൗട്ട് വരും. അങ്ങനെ തെറ്റുമോ എന്ന് പേടിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കരുത് കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ബേസിക്സ് ക്ലിയർ ആക്കി പോയാൽ ഇംഗ്ലീഷ് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ്, ആർ യു എന്നാണോ, ഡു യു എന്നാണോ, ഹാവ് യു എന്നാണോ ഈ ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങേണ്ടതെന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു സംശയം തീർത്തും മാറ്റിയെടുക്കാം. പിന്നെ വീഡിയോൻ്റെ അവസാനം ഒരു ക്വിസ് വെച്ചിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ആർ യു എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ആളുകൾ നമ്മളോട് പറയാറില്ലേ, എൻ്റെ പേര് ഇന്നതാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാൻ വളരെ ഹാപ്പിയാണ് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കേണ്ടി വരുന്നതെന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പോൾ നമ്മളൊരാളെ കണ്ടു, നമുക്കൊരു സംശയം, ഇത് മിനി ആണോ എന്ന്. അപ്പോൾ അവരോട് നമ്മളെങ്ങനെ ചോദിക്കും, നിങ്ങൾ മിനി ആണോ എന്ന് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുക ആർ യു മിനി എന്നാണ്. ചോദ്യം കണ്ടോ, ആർ യു മിനി. അതുപോലെ വേറൊരാളെ കണ്ടപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നി, ഇത് ആ മിനിയുടെ ഫ്രണ്ട് അല്ലേ എന്ന്. അപ്പോൾ അവിടെ ചോദിക്കുന്നത് ആർ യു മിനീസ് ഫ്രണ്ട്, മിനിയുടെ ഫ്രണ്ട്, അതാണ് മിനീസ് ഫ്രണ്ട്. എഴുതിയത് കണ്ടല്ലോ, ആർ യു മിനീസ് ഫ്രണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ, നിങ്ങൾ അവളുടെ ടീച്ചർ ആണോ എന്നാണ് ചോദിക്കേണ്ടത്. അവളുടെ ടീച്ചർ കേട്ടോ. അപ്പോൾ ചോദ്യം ആർ യു ഹെർ ടീച്ചർ. അവളുടെയാണ് ഹെർ ആയത്. വേറൊരാളോട് ചോദിക്കണം, നിങ്ങൾ ജോണിൻ്റെ ഫാദർ ആണോ എന്ന്. ജോണിൻ്റെ ഫാദർ. അപ്പോൾ എന്താ ചോദിക്കുക, ആർ യു ജോൺസ് ഫാദർ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചോദിച്ചത് ഒരു വ്യക്തിയോടാണ് കേട്ടോ. അപ്പോൾ ചോദ്യം വന്നെങ്ങനെ, ആർ യു ജോൺസ് ഫാദർ എന്നാണ് ഇവിടെ വന്നത്. പക്ഷേ ഇനി ചോദിക്കാൻ പോകുന്ന വ്യത്യാസമുണ്ട്. നമ്മൾ രണ്ടുപേരെ കണ്ടു, അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവൻ്റെ മാതാപിതാക്കളാണോ, അവൻ്റെ അച്ഛനോ അമ്മയോ ആണോ എന്ന്. അപ്പോൾ അവൻ്റെ എന്നുള്ളതിന് ഹിസ് എന്നാണ് പറയുക. അപ്പോൾ ചോദ്യം വരുന്നത് ആർ യു ഹിസ് പേരൻസ്. മാതാപിതാക്കളാണ് പേരൻസ് എന്ന് വന്നത്. ആർ യു ഹിസ് പേരൻസ് എന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ, നമ്മൾ മലയാളത്തിൽ ഒരാളെ പറ്റിയാണെങ്കിലും ഒന്നിലധികം പേരെ പറ്റിയാണെങ്കിലും നിങ്ങൾ എന്നാണല്ലോ അവരോട് ചോദിക്കുക. അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഒരാളോട് ചോദിക്കുകയാണെങ്കിലും ഒന്നിലധികം പേരെ പറ്റി ചോദിക്കുകയാണെങ്കിലും യു എന്ന് തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ആർ യു ഹിസ് ഫാദർ എന്ന് ചോദിച്ചു, ആർ യു ഹിസ് പേരൻസ് എന്ന് ചോദിച്ചു. അത് മനസ്സിലായല്ലോ. അതുപോലെ നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ, നിങ്ങൾ ഡോക്ടറാണോ എന്ന്. ഇത് ഇംഗ്ലീഷിൽ ചോദിക്കുക, ആർ യു എ ഡോക്ടർ, ആർ യു എ ഡോക്ടർ എന്നാണ്. ഇനി കുറച്ച് പേരോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ വിദ്യാർത്ഥികളാണോ, സ്റ്റുഡൻസ് ആണോ എന്ന്. അപ്പോൾ അവിടെ ആർ യു സ്റ്റുഡൻസ്. അപ്പോൾ ആ വ്യത്യാസം കണ്ടല്ലോ. ആദ്യത്തേതിൽ ഒരാളോട് ചോദിച്ചത് ആർ യു എ ഡോക്ടർ, രണ്ടാമത്തേതിൽ ആർ യു സ്റ്റുഡൻസ്. രണ്ടും പോസിബിളാണ്. ആർ യു എന്ന് പറഞ്ഞ് തന്നെ ചോദ്യം തുടങ്ങിയാൽ മതി. പിന്നെ ചിലപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾ ഹാപ്പി ആണോ, നിങ്ങൾ സന്തുഷ്ടയാണോ എന്ന്. അപ്പോൾ അവിടെ ചോദ്യം വരിക ആർ യു ഹാപ്പി എന്നാണ്. ആർ യു ഹാപ്പി. അപ്പോൾ കണ്ടല്ലോ, ഒരേ പാറ്റേണിലാണ് ഈ ചോദ്യങ്ങളെല്ലാം പോകുന്നത്. ഇതേപോലെ നമുക്ക് ചോദിക്കാം, ആർ യു ഹംഗ്രി. എന്താ അർത്ഥം, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്നാണ്. ആർ യു ഹംഗ്രി. നിങ്ങൾ ക്ഷീണിതയാണോ, ആർ യു ടയേർഡ്. അപ്പോൾ ക്ഷീണിത അല്ലെങ്കിൽ ക്ഷീണിതൻ എന്നുള്ളതിന് ടയേർഡ് എന്ന് പറയും. ആർ യു ടയേർഡ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് മുൻപിൽ നിൽക്കുന്ന ഒരാളോടാണ് ചോദിച്ചത് അല്ലേ. അതുകൊണ്ടാണ് ആർ യു ഹാപ്പി, നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾ ഹംഗ്രി ആണോ, ആർ യു ഹംഗ്രി എന്നൊക്കെ ചോദിച്ചത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കുമല്ലോ, അവർ ഹാപ്പി ആണോ എന്ന്. അപ്പോഴും ചോദ്യം വരുന്നത് ആർ ദേ ഹാപ്പി എന്നാണ്. അവർ എന്നായതുകൊണ്ട് ദേ എന്ന് വന്നു, പക്ഷെ ചോദ്യം തുടങ്ങിയത് ആർ എന്ന് തന്നെയാണ്. ആർ ദേ ഹാപ്പി. അതുപോലെ നമ്മളെപ്പറ്റിയും ഇങ്ങനെ ചോദിക്കാം, നമ്മൾ വൈകിയോ, താമസിച്ചു പോയോ എന്ന്. ആർ വി ലേറ്റ്, ആർ വി ലേറ്റ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമ്മൾ ഒന്നിലധികം പേരെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ആർ എന്ന് പറഞ്ഞാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തുടങ്ങുക. അപ്പോൾ യു വി ദേ ഇതിൻ്റെ എല്ലാം കൂടെ ആർ എന്ന് ചേർത്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ന്യായമായിട്ടും സംശയിക്കും, ഒരാളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് തുടങ്ങുക എന്ന്. അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. അവന് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഇസ് ഹീ ഹംഗ്രി എന്ന് വന്നു. അതുപോലെ അവൾ ക്ഷീണിതയാണോ, ഒരാൾ അവൾ, ഇസ് ഷീ ടയേർഡ്. കണ്ടോ, അപ്പോൾ ഒരാളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇസ് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹീ, ഷീ, ഇറ്റ് ഇതിൻ്റെ എല്ലാം കൂടെ ഇസ് ചേർത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ മറക്കരുത് കേട്ടോ, നിങ്ങളോടാണ് ചോദ്യമെങ്കിൽ ആർ യു എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുക. നിങ്ങൾ റെഡിയാണോ, നിങ്ങൾ തയ്യാറാണോ, ആർ യു റെഡി എന്നാണ് ചോദ്യം.
നിങ്ങളിവിടെ പുതിയതാണോ? എങ്ങനെയാണ് ചോദിക്കുക? ആർ യു ന്യൂ ഹിയർ? ഇവിടെ പുതിയതാണോ? ആർ യു ന്യൂ ഹിയർ? അപ്പോൾ ഈ ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച്, അയാളുടെ പ്രത്യേകതകളെക്കുറിച്ച്, അയാളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് ചോദിച്ചത്. അങ്ങനെ ചോദിക്കുമ്പോൾ ആർ യു എന്ന് പറഞ്ഞാണ് ചോദ്യം വരിക. ഈ ചോദ്യം നോക്കൂ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ, അതായത് ഇന്ത്യയിൽ നിന്നാണോ വരുന്നതെന്ന്. അപ്പോൾ എന്താ ചോദിക്കുക? ആർ യു ഫ്രം ഇന്ത്യ? ആർ യു ഫ്രം ഇന്ത്യ? ഇന്ത്യയിൽ നിന്നാണോ? അതുകൊണ്ടാണ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കണ്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നിങ്ങൾ ഡോക്ടറാണോ? നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ? നിങ്ങൾ ഹാപ്പി ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ ചോദിക്കാൻ നമ്മൾ ആർ യു എന്ന് പറഞ്ഞാണ് ചോദ്യം തുടങ്ങിയത്, അല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ മാത്രമല്ല ആർ യു എന്ന് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുകയാണല്ലേ? അപ്പോൾ നിങ്ങൾ പറയും ഐ എം വാച്ചിങ് എ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണോ എന്ന് ചോദിക്കാൻ ഞാനത് ഇംഗ്ലീഷിൽ ചോദിച്ച് തുടങ്ങുക ആർ യു വാച്ചിങ് എ വീഡിയോ എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അപ്പോൾ ആ ഒരു പ്രവൃത്തി അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചോദിക്കാൻ ആർ യു എന്ന് പറഞ്ഞ് തന്നെയാണ് ചോദ്യം തുടങ്ങുക. അപ്പോൾ നിങ്ങൾ പഠിക്കുകയാണോ? ആർ യു സ്റ്റഡിയിങ്? അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുകയാണോ എന്നാണ് ഈ ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ കുക്ക് ചെയ്യുകയാണോ? എന്തെങ്കിലും പാചകം ചെയ്യുകയാണോ? ആർ യു കുക്കിംഗ് നൗ? നിങ്ങൾ ഊണ് കഴിക്കുകയാണോ? ആർ യു ഹാവിങ് ലഞ്ച്? അവിടെ നമ്മൾ ആർ യു ഈറ്റിംഗ് ലഞ്ച് എന്ന് സാധാരണ പറയില്ല കേട്ടോ. ആർ യു ഹാവിങ് ലഞ്ച്? അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നതെന്ന് കണ്ടോ? ആ യു കഴിഞ്ഞിട്ട് ആ പ്രവൃത്തി, ആ വേർബിൻ്റെ കൂടെ നമ്മൾ ING ഉപയോഗിച്ചു. ആർ യു ഹാവിങ് ലഞ്ച്? ആർ യു വാച്ചിങ് TV എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യുവിൻ്റെ കൂടെ മാത്രമല്ല വി, ദേ, അങ്ങനെ ഒന്നിലധികം പേരെ പറ്റി ചോദിക്കുമ്പോഴെല്ലാം നമുക്ക് ആർ ചേർത്ത് തന്നെ ചോദിക്കാം. അതേ വർക്കിംഗ് നൗ? അതേ സ്ലീപ്പിംഗ് നൗ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഒരാളെ പറ്റിയാണ് ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ ആർ എന്നല്ല ഉപയോഗിക്കുക, ഇസ് എന്നുപയോഗിക്കണം. അവൻ ഉറങ്ങുകയാണോ? ഇസ് ഹീ സ്ലീപ്പിംഗ്? മായ ഹോംവർക്ക് ചെയ്യുകയാണോ? ഇസ് മായ ഡൂയിങ് ഹോംവർക്ക്? കാരണം മായ ഒരാളല്ലേ, അപ്പോൾ അവിടെ ഇസ് എന്നാണ് വരിക. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി ആ യു എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ കൂടെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരാളുടെ പ്രത്യേകതകളെക്കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ ഗുണങ്ങളെക്കുറിച്ചോ ഒക്കെ പറയാൻ നമ്മൾ ആ യു എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കും. ആർ യു ടയേർഡ്? ആർ യു എ ടീച്ചർ? എന്നൊക്കെ ചോദിക്കും. അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചോദിക്കാം. ആർ യു ഡൂയിങ് ദ ഡിഷസ്? നിങ്ങൾ പാത്രം കഴുകുകയാണോ? ആർ യു ഡൂയിങ് ദ ഡിഷസ് എന്ന് ചോദിക്കാം. ഇനി അടുത്ത സിറ്റുവേഷൻ എന്താണെന്ന് നോക്കൂ. നമ്മൾ ഭാവിയിൽ ചെയ്യാൻ ഒരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും ആർ യു എന്ന് പറഞ്ഞ് തന്നെ ചോദിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ നാളെയോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി വേറൊരാളോട് ചോദിക്കാൻ ആ യു എന്ന് പറഞ്ഞ് ചോദ്യം തുടങ്ങാം. അപ്പോൾ നമ്മൾ വീട്ടിൽ അമ്മയോട് ചോദിക്കുകയാണ് നാളെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നുണ്ടോ എന്ന്. അപ്പോൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ തീർച്ചയായിട്ടും അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വെക്കുമല്ലോ, നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ചോദിക്കാം ആർ യു ഗോയിങ് ടു ദ ഡെൻറ്റിസ്റ്റ് ടുമോറോ എന്ന്. ആർ യു ഗോയിങ് ടു ദ ഡെൻറ്റിസ്റ്റ് ടുമോറോ? അവിടെ ഭാവിയിലെ കാര്യമാണല്ലോ എന്ന് ഓർത്തിട്ട് വിൽ യു ഗോ ടു ദ ഡെൻറ്റിസ്റ്റ് എന്ന് ചോദിക്കേണ്ട കേട്ടോ. ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആർ യു എന്ന് പറഞ്ഞ് ചോദ്യം തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇത് ഇപ്പം ചെയ്യുന്ന കാര്യമല്ല പിന്നെ ചെയ്യുന്നതാണെന്ന്? അവിടെ ഒരു വാക്ക് കണ്ടല്ലോ, ടുമോറോ, നാളത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ആർ യു ഗോയിങ് ടു ദ ഡെൻറ്റിസ്റ്റ് ടുമോറോ? അതുപോലെ നാളെ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? ആർ യു പ്ലേയിങ് ഫുട്ബോൾ ടുമോറോ? അതായത് അതിന് വല്ല പ്ലാനും ഇട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആർ യു പ്ലേയിങ് ഫുട്ബോൾ ടുമോറോ? അടുത്ത വർഷം ട്രാവൽ ചെയ്യുന്നുണ്ടോ? ആർ യു ട്രാവലിംഗ് നെക്സ്റ്റ് ഇയർ? നെക്സ്റ്റ് ഇയർ അപ്പോൾ അടുത്ത വർഷത്തെ കാര്യമാണ്, ഭാവിയിലെ കാര്യമാണ്. പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ആർ യു ട്രാവലിംഗ് നെക്സ്റ്റ് ഇയർ? അടുത്ത ആഴ്ച വർക്ക് ചെയ്യുന്നുണ്ടോ? ആർ യു വർക്കിംഗ് നെക്സ്റ്റ് വീക്ക്? അവധി വല്ലതും ആണോ? അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ അതോ ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ആർ യു വർക്കിംഗ് നെക്സ്റ്റ് വീക്ക്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചോദിക്കാനും നമുക്ക് ആർ യു എന്ന് പറഞ്ഞ് തന്നെ ചോദ്യം തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയല്ലോ. ഇങ്ങനെ 3 സിറ്റുവേഷൻസിലാണ് നമ്മൾ ആർ യു എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അടുത്തത് നോക്കാം. എപ്പോഴാണ് ഡു യു എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ തുടങ്ങുക? ഇങ്ങനെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ, അല്ലെങ്കിൽ മാറ്റമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനൊക്കെ ഡു യു എന്ന് പറഞ്ഞാണ് ചോദ്യം വരിക. അപ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ
നിങ്ങൾ കൊച്ചിയിലാണോ താമസിക്കുന്നത്, അവിടെയാണോ കഴിയുന്നതെന്ന്? അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഡു യു ലിവ് ഇൻ കൊച്ചി? കാരണം ഇത് മാറ്റമില്ലാത്തൊരു കാര്യമാണല്ലേ, സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ അവിടെ ആർ യു ലിവിങ് ഇൻ കൊച്ചി എന്ന് ചോദിക്കേണ്ട, ഡു യു ലിവ് ഇൻ കൊച്ചി എന്നാണ് ചോദ്യം വരിക. അതുപോലെ നിങ്ങൾ ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നത്? ഡു യു വർക്ക് ഇൻ എ ബാങ്ക്? ഡു യു വർക്ക് ഇൻ എ ബാങ്ക്? അപ്പോൾ മലയാളത്തിൽ ആ ചോദ്യം ശ്രദ്ധിച്ചോ? ഞാൻ ചോദിച്ചത് ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നല്ല നമ്മൾ ചോദിച്ചത്. സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ് ജോലി അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിക്കുന്നതൊക്കെ. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ഡു യു ചേർത്താണ് ചോദ്യം വരിക. അപ്പോൾ ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഡു യു ലിവ് ഇൻ കൊച്ചി? ഡു യു വർക്ക് ഇൻ എ ബാങ്ക് എന്നൊക്കെയാണ് ചോദ്യം വന്നത്. അപ്പോൾ ആ ഡു യു കഴിഞ്ഞ് വന്നിരിക്കുന്നത് നോക്കൂ, ലിവ്. അടുത്തതിൽ ഡു യു കഴിഞ്ഞ് വർക്ക് എന്നാണ് വന്നത്. അപ്പോൾ ആ വേർബിൻ്റെ ബേസ് ഫോം വേണം അവിടെ വരാൻ. അവിടെ ഒരിക്കലും ലിവ്സ് എന്നോ ലിവ്ഡ് എന്നോ ലിവിങ് എന്നോ ഒന്നും വരില്ല കേട്ടോ. അതായത് വേർബിൻ്റെ കൂടെ എസ്സോ പാസ്റ്റ് ഫോം ഇ ഡിയോ അല്ലെങ്കിൽ ING ഒന്നും ചേർത്ത് നമ്മൾ ഉപയോഗിക്കില്ല. അത് ഓർമ്മയിലുണ്ടാവണേ. വേറൊരു ചോദ്യം, നിങ്ങൾ വയലിൻ വായിക്കാറുണ്ടോ? അപ്പോൾ ഇംഗ്ലീഷിൽ ഡു യു പ്ലേ വയലിൻ? അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു ഹോബി ആയിരിക്കാം. അതുകൊണ്ടാണ് ഡു യു എന്ന് പറഞ്ഞ് ചോദ്യം തുടങ്ങിയത്. മറ്റൊന്ന്, നിങ്ങൾ ഒരുപാട് സമയം TV കാണാറുണ്ടോ? ഡു യു വാച്ച് എ ലോട്ട് ഓഫ് TV? അപ്പോൾ ആ ചോദ്യം ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ TV കാണുകയാണോ എന്നല്ല ഞാൻ ചോദിച്ചത്. എങ്കിലും ഞാൻ ചോദിക്കുമായിരുന്നു ആർ യു വാച്ചിങ് TV നൗ എന്ന്. ശരി, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ സാധാരണ പതിവായിട്ട് ഒരുപാട് സമയം TV കാണാറുണ്ടോ എന്നാണ്. അതുകൊണ്ട് ഡു യു വാച്ച് TV എന്നാണ് ഞാൻ ചോദിച്ചത്. അതുപോലെ നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾക്ക് ഒരു സഹോദരി ഉണ്ടോ? അപ്പോൾ ചോദ്യം ഡു യു ഹാവ് എ സിസ്റ്റർ? ഡു യു ഹാവ് എ സിസ്റ്റർ? ഇനി നിങ്ങൾക്കൊരു കാറുണ്ടോ? ഡു യു ഹാവ് എ കാർ? അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള എന്തിനെങ്കിലും പറ്റി ചോദിക്കണമെങ്കിൽ, വേറൊരാളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ ഡു യു എന്ന് പറഞ്ഞ് ചോദിക്കും. ഡു യു ഹാവ് എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഉണ്ടോ എന്നാണ് ചോദ്യം. നമ്മൾ പലപ്പോഴും പതിവായിട്ട് കേൾക്കാറുള്ളൊരു ചോദ്യം, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? വളരെ സാധാരണയായിട്ട് ചോദിക്കാറുള്ള വേറൊരു ചോദ്യം, നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് ടീ? ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നല്ല ചോദിച്ചത്, ചായ പതിവായിട്ട് കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് ടീ? അതുപോലെ എന്തെങ്കിലും കാര്യം ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാനും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചോദ്യം തുടങ്ങുക. നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഐസ്ക്രീം? നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഡു യു നീഡ് എനി ഹെൽപ്പ്? ഡു യു നീഡ് എനി ഹെൽപ്പ്? അപ്പോൾ മലയാളത്തിലെ ഈ ചോദ്യങ്ങളെല്ലാം ശ്രദ്ധിച്ചല്ലോ. മിക്കവാറും ചോദ്യങ്ങൾ വന്നത് ഉണ്ടോ എന്ന് പറഞ്ഞായിരുന്നു. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദ്യം തുടങ്ങുക ഡു യു എന്ന് പറഞ്ഞാണ്. ഇതേപോലെ അവരെ പറ്റിയും ചോദിക്കാം. അവർക്ക് അവനിൽ വിശ്വാസമുണ്ടോ? ഡു ദേ ട്രസ്റ്റ് ഹിം? ഡു ദേ ട്രസ്റ്റ് ഹിം? അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഈ യു പോലെ തന്നെ ദേ, വി, ഇതിൻ്റെയൊക്കെ കാര്യത്തിലും ഡു എന്ന് പറഞ്ഞ് തന്നെ ചോദ്യം തുടങ്ങാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഒരാളെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ഡു എന്നതിന് പകരം ഡസ് എന്നാണ് വരിക. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്? കാരണം അവിടെ ഹി ഒരാളെ പറ്റിയാണ് വന്നത്, അതുകൊണ്ട് ഡസ് എന്ന് വന്നു. അവൾ ഡൽഹിയിലാണോ താമസിക്കുന്നത്? ഡസ് ഷി ലിവ് ഇൻ ഡൽഹി? കണ്ടോ, ഡസ് ഷി ലിവ് ഇൻ ഡൽഹി? അപ്പോൾ ഹി, ഷീ, ഇറ്റ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ ഡു അല്ല ഡസ് ആണ് കൂടെ ചേരുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, ഒരാൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെ പറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഡു യു എന്ന് പറഞ്ഞാണ് ചോദ്യം തുടങ്ങേണ്ടത്. അപ്പോൾ ആയുവും ഡുയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി നമ്മൾ മൂന്നാമത്തെ ആളെ പരിചയപ്പെടാൻ പോവുകയാണ്, ഹാവ് യു. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ നേരത്തെ ദുബായ് സന്ദർശിച്ചിട്ടുണ്ടോ എന്ന്. അവിടെ ചോദ്യം വരിക ഹാവ് യു വിസിറ്റഡ് ദുബായ് ബിഫോർ എന്നാണ്. കാരണം ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ ഈ വർഷത്തിൽ അല്ലെങ്കിൽ ഈ മാസം ദുബായ് സന്ദർശിച്ചോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതിനു മുൻപ് ദുബായ് സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ചോദ്യം വന്നത് ഹാവ് യു വിസിറ്റഡ് ദുബായ് ബിഫോർ എന്നാണ്. അടുത്തത് നോക്കൂ, നീ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ പരീക്ഷയുടെ ദിവസമാണ്, വീട്ടിലാരെങ്കിലും ചോദിക്കുകയാണ് നീ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ അവിടെ ചോദ്യം വരിക ഹാവ് യു സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ് എന്നാണ്. നീ ഇന്നലെ പഠിച്ചോ എന്നല്ല ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഡിഡ് വെച്ച് ചോദ്യം തുടങ്ങുമായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കുന്നത് നീ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ്. എപ്പോഴാണ് എന്നുള്ളതിന് അവിടെ പ്രസക്തി ചെയ്യില്ല. അപ്പോൾ അവിടെ ചോദ്യം വരുന്നത് ഹാവ് യു സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ് എന്നാണ്. ഇനി നമ്മൾ സ്കൂളിൽ ക്ലാസ്സിലാണ്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്.
ടീച്ചർക്ക് അറിയേണ്ട ഇത് ഇന്നലെ ചെയ്തോ അതോ ഇന്ന് രാവിലെ ചെയ്തോ എന്നൊന്നും, ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമാണ് ചോദ്യം. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളോട് ചോദ്യം വരുന്നത് ഹാവ് യു ഡൺ ദ ഹോംവർക്ക് എന്നായിരിക്കും. ശ്രദ്ധിച്ചോ, ഹാവ് യു ഡൺ ദ ഹോംവർക്ക്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഹാവ് യു കഴിഞ്ഞ് വന്നത് വേർബിൻ്റെ ഒരു പ്രത്യേക ഫോമാണ്. ഡൺ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ വേർബ് ശരിക്കും ഡു ആണ്, ചെയ്യുക എന്നുള്ളതിൻ്റെ വേർബ് ഡു ആണ്. ആ ഡൂവിൻ്റെ 3 ഫോംസ് അറിയാമല്ലോ, ഡു, ഡിഡ്, ഡൺ. ഇപ്പോൾ ഡു എന്നുള്ളത് ഫസ്റ്റ് ഫോം, ഡിഡ് ആണ് സെക്കൻഡ് ഫോം, പാസ്റ്റ് ഫോം. അത് കഴിഞ്ഞ് വരുന്ന ഡൺ, മൂന്നാമത്തെ ആ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ആ ഫോമാണ് നമ്മളിവിടെ ഹാവ് യു കഴിഞ്ഞ് ഉപയോഗിക്കുന്നത്. ഹാവ് യു ഡൺ ദ ഹോംവർക്ക് എന്നാണ് ചോദ്യം വന്നത്. ഇനി അടുത്ത ചോദ്യം, നീ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും പോകാനൊക്കെ ഇറങ്ങുമ്പോൾ വീട്ടിലാരെങ്കിലുമൊക്കെ നമ്മളോട് ചോദിച്ചേക്കാം അല്ലേ, നീ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും മറന്നോ, അല്ലെങ്കിൽ ഇന്നലെ എന്തെങ്കിലും മറന്നോ എന്നൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ട് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ ഇംഗ്ലീഷിൽ ചോദിച്ചത് ഹാവ് യു ഫൊർഗോട്ടൺ എനിത്തിങ് എന്നാണ്. അപ്പോൾ വേർബ് ഫൊർഗെറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ഫോം ഫൊർഗെറ്റ്, ഫൊർഗോട്ട്, ഫൊർഗോട്ടൺ, ആ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ യൂസ് ചെയ്തത്. അടുത്ത ചോദ്യം, ഈ അടുത്തായിട്ട് നിങ്ങൾ വളരെ ബിസിയാണോ, ഭയങ്കര തിരക്കാണോ എന്ന്. അപ്പോൾ ഈ അടുത്തായിട്ട് കൃത്യം സമയമൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ ചോദിക്കുക ഹാവ് യു ബീൻ ബിസി ലേറ്റ്ലി എന്നാണ്. ഹാവ് യു ബീൻ ബിസി ലേറ്റ്ലി. അപ്പോൾ തിരക്കായിരുന്നോ, ആയിരിക്കുക, ആ ഒരു അവസ്ഥ അത് കാണിക്കാനാണ് ബി എന്ന വേർബ് ഉപയോഗിച്ചത്. അപ്പോൾ ബി എന്ന് പറഞ്ഞ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ബീൻ. ഹാവ് യു ബീൻ ബിസി ലേറ്റ്ലി. ആ ലേറ്റ്ലി എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ അടുത്തായിട്ട് എന്ന് അർത്ഥം കിട്ടാനാണ് ലേറ്റ്ലി എന്ന് ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരാളോട് നമ്മൾ ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഹാവ് യു എന്ന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തുടങ്ങിയത്. പക്ഷേ ഇതേപോലെ വേറെയുള്ളവരോടും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഉദാഹരണത്തിന്, അവർ നിന്നെ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അവിടെ ഹാവ് ദേ മെറ്റ് യു ബിഫോർ എന്നാണ് ചോദ്യം വരിക. ഹാവ് ദേ മെറ്റ് യു ബിഫോർ. അപ്പോൾ മീറ്റാണ് വേർബ്, അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് മെറ്റ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് വി ഫൊർഗോട്ടൺ എനിത്തിങ് എന്ന് ചോദിക്കാം. ഹാവ് വി ഫൊർഗോട്ടൺ എനിത്തിങ്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഹാവ് കഴിഞ്ഞിട്ട് യു വരുന്നത് പോലെ തന്നെ ദേ അല്ലെങ്കിൽ വി ഒക്കെ വരാം. കാരണം അതെല്ലാം ഒന്നിലധികം പേരെ പറ്റിയാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഒരാളെ പറ്റിയാണ് ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ അവിടെ ഹാവ് അല്ല ഹാസ് എന്നാണ് ചോദ്യം തുടങ്ങുക. അവൾ നിന്നെ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഹാസ് ഷീ മെറ്റ് യു ബിഫോർ. കണ്ടോ, അവിടെ ഹാസ് ഷീ മെറ്റ് യു ബിഫോർ എന്നാണ് ചോദ്യം വന്നത്. ഷീ ഒരാളാണ്, അതുകൊണ്ട് ഹാസ് എന്ന് ചേർത്താണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ ഷീ മാത്രമല്ല കേട്ടോ, ഹീ, ഷീ, ഇറ്റ് ഒക്കെ വരുമ്പോൾ ഹാസ് ചേർത്ത് ചോദ്യം തുടങ്ങിയാൽ മതി. ഇതേപോലെ ഹാവ് യു എന്ന് ചേർത്ത് ചോദ്യം തുടങ്ങുന്ന വേറൊരു സിറ്റുവേഷൻ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങളിലും തീർച്ചയായും ഹാവ് യു എന്ന് പറഞ്ഞ് തന്നെയാണ് ചോദ്യം തുടങ്ങുക. നിങ്ങൾ എപ്പോഴെങ്കിലും വിദേശത്ത് പോയിട്ടുണ്ടോ? അപ്പോൾ ചോദ്യം ഹാവ് യു എവർ ട്രാവൽഡ് എബ്രോഡ് എന്നാണ്. ആ എപ്പോഴെങ്കിലും എന്നുള്ളൊരു അർത്ഥം കിട്ടാനാണ് ഹാവ് യു കഴിഞ്ഞിട്ട് എവർ ചേർത്തത്. ഹാവ് യു എവർ ട്രാവൽഡ് എബ്രോഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും പീറ്റ്സ കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഈറ്റൻ പീറ്റ്സ. അപ്പോൾ ഇവിടെ ഈറ്റാണ് വേർബ്, അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഈറ്റൻ. അങ്ങനെയാണ് ഹാവ് യു എവർ ഈറ്റൻ എന്ന് കിട്ടിയത്. നിങ്ങൾ എപ്പോഴെങ്കിലും കാർ ഓടിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഡ്രിവൺ എ കാർ. ഡ്രൈവ് ആണ് വേർബ്, അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഡ്രിവൺ. ഹാവ് യു എവർ ഡ്രിവൺ. ഇനി ഈ ഹാവ് യു ചേർത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഞാൻ പറയാം. നേരത്തെ നമ്മൾ കണ്ടൊരു ചോദ്യമില്ലേ, നിങ്ങളുടെ കയ്യിൽ ഒരു പേനയുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എ പെൻ എന്ന് ചോദിച്ചാൽ മതി അല്ലേ? പക്ഷേ ഇതേ ചോദ്യം നമുക്ക് ഹാവ് യു ചേർത്തും ചോദിക്കാം. അപ്പോൾ ചോദ്യം എങ്ങനെ വരിക എന്നറിയാമോ? ഹാവ് യു ഗോട്ട് എ പെൻ. ഹാവ് യു ഗോട്ട് എ പെൻ എന്നാണ് ഇവിടെ ചോദ്യം വരുന്നത്. ഒരു മിനിറ്റ് സമയമുണ്ടോ എന്ന് ചോദിക്കില്ലേ? അതിന് വേണമെങ്കിൽ ഡു യു ഹാവ് എ മിനിറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എ മിനിറ്റ് എന്നും ചോദിക്കാം. ഹാവ് യു ഗോട്ട് എ മിനിറ്റ്. അപ്പോൾ ഹാവ് യു കഴിഞ്ഞിട്ട് ഉണ്ടോ എന്നർത്ഥം കിട്ടാൻ ഗെറ്റിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. അങ്ങനെയാണ് ഹാവ് യു ഗോട്ട് എ മിനിറ്റ് എന്ന് ചോദ്യം വന്നത്. ഈ ഹാവ് യു എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ തുടങ്ങുന്ന വേറൊരു തരം സിറ്റുവേഷൻ കൂടെയുണ്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളത് എടുക്കാത്തതാണ് നല്ലത്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ നോക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെ ബേസ് ചെയ്ത് വെറും 2 ചോദ്യങ്ങൾ ഞാനിവിടെ ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ. നീ എന്നോട് യോജിക്കുന്നുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ ഇതിലേതാണ് നിങ്ങൾ ഉപയോഗിക്കുക? ആർ യു എഗ്രി വിത്ത് മീ എന്നാണോ? ഡു യു എഗ്രി വിത്ത് മീ എന്നാണോ? ഹാവ് യു എഗ്രി വിത്ത് മീ എന്നാണോ ചോദ്യം വരിക? ഇനി അടുത്ത ചോദ്യം, നീ മുറി വൃത്തിയാക്കുകയാണോ എന്നാണ് ചോദ്യം.
ഇപ്പോൾ നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ആർ യു ക്ലീനിങ് ദ റൂം എന്നാണോ, ഡു യു ക്ലീൻ ദ റൂം എന്നാണോ, അതോ ഹാവ് യു ക്ലീൻഡ് ദ റൂം എന്നാണോ ചോദ്യം വരിക? അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ശരിയായി ചൂസ് ചെയ്തിട്ട് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ബൈ.